Hello everybody, welcome to Joe Talk Football. 2 points dropped. അതല്ലാതെ ഇന്നത്തെ ഗെയിമിനെ പറ്റി കൂടുതലൊന്നും പറയില്ല. ഇറ്റ് ഈസ് എ ലോസ്. ഇറ്റ്സ് എ ബിഗ് ലോസ്. ബോട്ട്ലിംഗ് സ്റ്റാർട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതിനെ അങ്ങ് കുറച്ചൊന്നും കാണുന്നില്ല. ഇത് ബോട്ട്ലിംഗ് സ്റ്റാർട്ടായതിൻ്റെ സൂചനയാണ്, അങ്ങനെയാണ്. നോ 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 കാരണം ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. ഇന്നത്തെ കളി നമ്മൾ ഗ്യോക്കറേസിനെ മിസ് ചെയ്തു. ഇന്നത്തെ കളി നമ്മൾ നമ്മുടെ മാർട്ടിൻ ഓഡഗാർഡിനെ മിസ് ചെയ്തു. എസെ വാസ് റിയലി പുവർ. എസെക്ക് പകരം മാർട്ടിൻ ഓഡഗാർഡ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ കളി വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഗ്യോക്കറേസ് ഉണ്ടായിരുന്നെങ്കിൽ വിങ്ങേഴ്സിന് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയേനെ. സോ വി ഹാവ് ലോട്ട് ഓഫ് ഇഞ്ചുറീസ്. ഇത് നമ്പർ 1. നമ്പർ 2, ഈ സെയിം ഗെയിം ഒരു കഴിഞ്ഞ സീസണോ അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണോ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ കളി നമ്മൾ തോറ്റേനെ, ഷുവർ. ഇന്നത്തെ കളി നമ്മൾ ബോട്ടിൽ ചെയ്തേനെ, ലൈക്ക് നോട്ട് ഈവൻ എ ഡ്രോ, നമ്മൾ തോറ്റേനെ. നമ്മൾ തോറ്റ് നിൽക്കുന്ന കളിയിൽ നിന്ന് സെക്കൻഡ് ഹാഫ് വി മേഡ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസേ അല്ല നമ്മൾ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ക്രെഡിറ്റ് ടു സണ്ടർലാൻഡ്, ദേ വർ ദ ബെറ്റർ ടീം 100%. അതിന് യാതൊരു, ഐ എം നോട്ട് ടേക്കിംഗ് എനിത്തിങ് അവേ ഫ്രം ദം, ദേ വർ ദ ബെറ്റർ ടീം. സെക്കൻഡ് ഹാഫ് സെയിം ടീം, ഒരു സബ്സ്റ്റിറ്റ്യൂഷനും പോലും വരുത്താതാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കയറിയത്. ആൻഡ് സെക്കൻഡ് ഹാഫ് വാട്ട് എ ഗെയിം വി പ്ലേഡ് ബ്രില്യൻ്റ്ലി. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഗോൾ, അത് 2 ഗോൾ ഓർക്കണം, 2 ഗോളും ഓപ്പൺ പ്ലേയിൽ നിന്നാണ് വന്നത്. ആൻഡ് ഗ്രേറ്റ് ട്രാൻസിഷൻ ഫുട്ബോൾ ആൻഡ് എവറിത്തിങ്. സാക്കയുടെ ഫസ്റ്റ് ഗോൾ, മെറീനോയുടെ അസിസ്റ്റ്, പക്ഷേ അതിന് ക്രെഡിറ്റ് ഫുള്ള് ആ ബോൾ വിൻ ചെയ്ത റൈസിനാണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ഗോൾ എഗെയിൻ ട്രോസാർഡ്, നമ്മുടെ സുബമെൻഡിയുടെ അസിസ്റ്റ്. വാട്ട് എ ഷോട്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഗോൾ ഓഫ് ദ വീക്ക് ആയിരിക്കും മിക്കവാറും ആ ഗോളെന്ന്. അങ്ങനെ വിന്നിങ് പൊസിഷനിൽ നിന്ന് നമ്മൾ ചെയ്തൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 2 ഗോൾ ലീഡ് വന്നപ്പോൾ നമ്മൾ എസൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വി ബിക്കേം മോർ ഡിഫെൻസീവ്. മൊസ്കേറേനെ കൊണ്ടുവന്നിട്ട് നമ്മളത് ആ ലീഡ് നമ്മൾ സെക്യൂർ ചെയ്യാനുള്ള ടാക്ടിക്സ് ആണ് നമ്മൾ നോക്കിയത്. ഐ തിങ്ക് അത് വേണ്ടായിരുന്നു. ദാറ്റ് വാസ് റോങ് തിങ് ടു ഡു. അവരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ബിക്കം വൾണറബിൾ എന്നുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ ആ ഫസ്റ്റ് ഗോള്. റൈസ് അവരുടെ അടുക്കൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നത്. സോ അത് ചെയ്യാതെ നമ്മൾ കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയതാണ് നമ്മൾ ഇന്നത്തെ കളി തോൽക്കാൻ. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഡ്രോ, ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലോസ്. സോ അതോടെ ഇന്നത്തെ കളി ഡ്രോ ആവാൻ നമുക്ക് വേണ്ടി ലാസ്റ്റ് 94th മിനിറ്റിൽ നമ്മുടെ അക്കാഡമി പ്ലെയർ ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. സോ നമുക്കിട്ടടിച്ച് ഇറ്റ് വാസ് റിട്ടൺ എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ. സി, ഡിസപ്പോയിൻറ്റഡ് ആണ് 100%. ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. 3 പോയിൻ്റ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ. സോ വാട്ട് ഐ ഡോണ്ട് വാണ്ട് ഈസ്, നമ്മൾ വേറെ ടീം എങ്ങനെ അവർ തോറ്റാൽ കൊള്ളാം, അവർ ജയിച്ചാൽ കൊള്ളാം, എനിക്കിങ്ങനെ മറ്റ് ടീംസിനോട് റിലേ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നാളത്തെ ഗെയിമിൽ ചെയ്യേണ്ടി വരും. നാളത്തെ കളി ഒരു ഡ്രോ ആയാലേ ആർസണൽ ടീമിന് മൊത്തത്തിലൊരു ഗുണം വരും. അതിപ്പം അല്ലെങ്കിൽ ലിവർപൂൾ ജയിച്ചാലും ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം. ബട്ട് ഡ്രോ ഈസ് ദ ബെസ്റ്റ് റിസൾട്ട്. സോ ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് 100% ഉണ്ട്. സോ ഇറ്റ് ഫീൽസ് ലൈക്ക് എ ലോസ് എന്ന് തന്നെ പറയണം. ഇന്നത്തെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, പ്ലെയർ ബൈ പ്ലെയർ പറയുകയാണെങ്കിൽ, റൈസ് എഗെയിൻ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ്. റായ എത്ര ഒരു ട്രിപ്പിൾ സേവ് ഉണ്ടോ, ഓ മൈ ഗോഡ്. എന്നിട്ട് നമ്മൾ 2-1 ആയിരുന്നപ്പോൾ വേറൊരു സേവ്, ഒരു ട്രിപ്പിൾ സേവ്. ഒരു ഹെഡർ വരുന്നു, ഹെഡർ കഴിഞ്ഞിട്ട് തൈസിൽ തട്ടി വരുന്നു, അത് കഴിഞ്ഞിട്ട് ആ പ്ലെയർ തന്നെ ഷോട്ട് എടുക്കുന്നു. റായ, in my opinion, he is the best goalkeeper in the league. എല്ലാവരും പറയും, ഓ റായക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റുന്നത് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ബാക്ക് ലൈൻ ഗൈസ്. ബട്ട് ബാക്ക് ലൈൻ പെർഫോം ചെയ്യാതെ വരുമ്പം റായക്ക് ഇങ്ങനത്തെ സേവ്സ് ആണ് വരുത്തേണ്ടി വരുന്നത്. 8ൻ്റെ പണിയാണ് റായക്ക് വരുന്നത്. ആൻഡ് ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ബ്രില്യൻ്റ്ലി. സോ ഇൻ മൈ ഒപ്പീനിയൻ റായ ഇസ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ്. സോ റായ കെപ്റ്റ് us ഇൻ ദ ഗെയിം എന്നും കൂടെ പറയാം. സോ ആൻഡ് ദേ വർ റിയലി ഗുഡ്. നമ്മുടെ ആ ഒരു സെറ്റ് പീസ് പരിപാടി ഉണ്ടല്ലോ, നമ്മളിത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്, ദേ വർ റിയലി ഗുഡ് എന്ന്. സോ ആ ഒരു പരിപാടി അവരെന്തായാലും നല്ല വൃത്തിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. സോ വെൽ ഡൺ ടു ദം.
യാ ഇതിനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് എന്ന് തന്നെ പറയണം. ബട്ട് ഞാൻ ഇതിനെ ഒരിക്കലും ഓവറായിട്ട് നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇറ്റ്സ് എ ലോങ് സീസൺ, 11 ഗെയിം കഴിഞ്ഞതേ ഉള്ളൂ. വേഴ്സ്റ്റ് കേസ് സിനാരിയോ 4 പോയിൻ്റ് ഗ്യാപ്പ് വരും. ഇപ്പോൾ മാൻ സിറ്റി ജയിക്കുകയാണെങ്കിൽ 4 പോയിൻ്റ് ഗ്യാപ്പേ വരത്തുള്ളൂ. ഇപ്പോൾ ലിവർപൂൾ ജയിക്കുകയാണെങ്കിൽ 5 പോയിൻറ്റ്സ് ഗ്യാപ്പ് വരും. അതിപ്പോൾ ഡ്രോ ആവുകയാണെങ്കിൽ 6 പോയിൻറ്റ്സ് ഗ്യാപ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇങ്ങനെയാണ് സീസൺ ഉള്ളത്. ഈ സീസൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാൻ സിറ്റി ഓൾസോ വിൽ ലൂസ് ഗെയിം, ലിവർപൂൾ ഓൾസോ വിൽ ലൂസ് ഗെയിം, ആർസണൽ ചില കളികൾ തോക്കും. സോ ഇറ്റ്സ് എ ലോങ് സീസൺ, ഇറ്റ്സ് ഓക്കെ. എനിവേ, ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് തിരിച്ചു വരും. സോ ദാറ്റ്സ് പോസിറ്റീവ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഗെയിംസൊക്കെ കുറച്ച് ടഫ് ഗെയിംസ് ആണ്. നോർത്ത് ലണ്ടൻ ഡർബി, ടോട്ടനം, അത് കഴിഞ്ഞിട്ട് ബയർ മ്യൂണിക്, അത് കഴിഞ്ഞ് ചെൽസി. സോ ദീസ് ആർ റിയലി ടഫ് ഗെയിംസ്. ഇതുകൊണ്ടാണ് ഇന്നത്തെ കളി നമുക്ക് മാക്സിമം പോയിൻ്റ് ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നത്. അടുത്ത കളി ടോട്ടനമായിട്ട് തോറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു, ലീഡ് ഈസ് ഓവർ. എന്നാൽ ഇന്നത്തെ കളി ജയിച്ചിട്ട് അടുത്ത നോർത്ത് ലണ്ടനുമായിട്ട് തോക്കുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡിൻ മാറ്റർ സോ മച്ച്. ഇറ്റ്സ് എ ടഫ് ഗെയിം. നോർത്ത് ലണ്ടൻ ഡർബി അവർക്കിപ്പോൾ എത്ര ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇറ്റ്സ് എ ടഫ് ഗെയിം. ആ കളി ഓക്കെ, തോറ്റാലും ആരും വലിയതായിട്ട് അങ്ങ് ക്രിറ്റിസൈസ് ഒന്നും ചെയ്യത്തില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് ഫുട്ബോൾ. ചില കളികൾ ഇങ്ങനെയാണ്, നോട്ട് സോ ഫെയർ. ബട്ട് ഓവറോൾ ഇഫ് യു ആസ്ക് മീ, ഒരു ഡ്രോ ഒരു ഫെയർ റിസൾട്ട് ആണോ ഇൻ ദി എൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് എ ഫെയർ റിസൾട്ട് എന്ന് പറയേണ്ടി വരും. കാരണം സണ്ടർലാൻഡ് ദേ വർ റിയലി ക്ലിനിക്കൽ. ഓക്കെ, ആർസണൽ സ്നേഹം സൈഡിൽ വെച്ചിട്ട് പറയാം, സണ്ടർലാൻഡ് ദേ വർ റിയലി ക്ലിനിക്കൽ ആൻഡ് ആർസണൽ ദേ ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ചാൻസസ്. പക്ഷേ ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. എഗെയിൻ നോ വറീസ്, അനദർ ഗെയിം എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. പ്ലെയേഴ്സ് എല്ലാം പെട്ടെന്ന് തിരിച്ചു വരട്ടെ. നമുക്ക് ശക്തമായിട്ട് ലീഡ് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇതേ ലീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.